ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकम्। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं सागरजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवम् श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखामितांश्च हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्दा राधा कान्दा नमोऽस्तुते। तप्तकाञ्चनगौराङ्गी राधे बृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वञ्चाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमा ॐ विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमदे भक्तिवेदान्तस्वामिनिति नामिने। नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंदा। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ 8 ശ്ലോകങ്ങൾ പഠിച്ചു. 8 ശ്ലോകങ്ങളും ശ്ലോകം മാത്രം അല്ല പഠിച്ചത്, 8 ശ്ലോകം എങ്ങനെ നമുക്ക് ജീവിതത്തിൽ അപ്ലൈ ചെയ്യാമെന്നുള്ളത്, അതിനുള്ള എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അത് ഫോളോ ചെയ്യാമെന്നുള്ളത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത്? വേറെ ആരെങ്കിലും ചെയ്യുന്നത് കണ്ട് അത് ഫോളോ ചെയ്യുമ്പോഴാണ് അല്ലേ? അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഒരുപാട് കഥകളും ചർച്ച ചെയ്തു. പുരാണങ്ങളിൽ നിന്നും ശ്രീമദ് ഭാഗവത്തിൽ നിന്നും അല്ലാതെയുമുള്ള ഒരുപാട് കഥകൾ നമ്മൾ ചർച്ച ചെയ്തു. അങ്ങനെയുള്ള കഥകളിലൂടെ നമുക്ക് പ്രചോദനം കിട്ടുന്നു അല്ലേ? അപ്പോൾ നമ്മൾ പഠിക്കുന്ന തത്വം, ഭഗവത്ഗീത നമ്മളെ പഠിപ്പിക്കുന്ന മെസ്സേജ്, നമുക്ക് തരുന്ന മെസ്സേജ്, ആ മെസ്സേജ് നമ്മൾ എങ്ങനെ ഫോളോ ചെയ്യുമെന്നുള്ളത് അങ്ങനെയുള്ള ഭക്തർ ചെയ്യുന്നത് കണ്ടത് പിന്തുടരുമ്പോൾ മാത്രമാണ്. ഇല്ലെങ്കിൽ നമുക്കത് വെറും ഒരു തിയറിയായി മാറും. നമ്മൾ വിചാരിക്കും ഓക്കെ, കേൾക്കാൻ സുഖമുണ്ട്, കേൾക്കാൻ നല്ല രസമാണ്, പക്ഷേ അതെങ്ങനെ ഫോളോ ചെയ്യാൻ സാധിക്കും? ഫോളോ ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ് സാധിക്കുന്നത്? വേറെ ആരെങ്കിലും ചെയ്യുമ്പോൾ അല്ലേ? യദ് ആചരതി ശ്രേഷ്ഠ തത്തത് ഏവേതരോചന. അതായത് ആരെങ്കിലും മഹത്തായിട്ടുള്ള ആളുകൾ ചെയ്യുന്നത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് സാധാരണ ആളുകൾക്ക് ഉള്ള ടെൻഡൻസി. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഫോളോ ചെയ്യുന്നത് എന്താണ് എന്നുള്ളത് നമുക്കറിയില്ല. അല്ലെങ്കിൽ നമ്മൾ ആരെയാണോ ശ്രേഷ്ഠനായിട്ട് കാണുന്നത് എന്നുള്ളതും സംശയമാണ് ഇന്നത്തെ കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരാൾ, അത് ചിലപ്പോൾ സിനിമയിൽ ഫേമസ് ആയതായിരിക്കാം, സ്പോർട്സിൽ ഫേമസ് ആയതായിരിക്കാം, എന്തിലാണെങ്കിലും നമ്മളപ്പോൾ ഫേമസ് ആയിട്ടുള്ള ആളെ ഫോളോ ചെയ്യുക എന്നുള്ളൊരു ട്രെൻഡാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ അതുകൊണ്ട് ആ ഫോളോ ചെയ്യുന്ന ട്രെൻഡുണ്ട്, ശരി. ആ ആരെങ്കിലും ഫോളോ ചെയ്യുക, പിന്തുടരുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. പക്ഷേ ആരെ ഫോളോ ചെയ്യണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്.
അപ്പോൾ നമ്മൾ പറയും എപ്പോഴും ഗുരുപരമ്പരയുടെ പാദങ്ങൾ പിന്തുടർന്നുകൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോവേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതെന്താണ് സംഭവം? ഫോളോ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആരെങ്കിലും വരിഷ്ഠരായിട്ടുള്ളവരെ ഫോളോ ചെയ്യുന്നു. അതാണ് ആക്ച്വൽ ചെയ്യേണ്ടതും. പക്ഷേ നമ്മുടെ പ്രോബ്ലം അതാണ് പറയുന്നത്. ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് എല്ലാം തലതിരിഞ്ഞിട്ടാണ്. എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യാതെ പലതും തെറ്റായിട്ട് നമ്മൾ ചെയ്യുന്നു. ഇന്നത്തെ കാലത്തെ ലോകത്തിൻ്റെ ആ ഒരു ഗതി തന്നെ എങ്ങനെയാണ്? നേർവഴിക്കുള്ളതൊന്നും ചെയ്യുന്നില്ല. നേരെ ചെയ്യേണ്ടത് നമ്മൾ വളഞ്ഞ് ചെയ്യുന്നു, അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുന്നു, ശാസ്ത്രവിരുദ്ധമായിട്ടുള്ളത് ചെയ്യുന്നു, അല്ലേ? അങ്ങനെ ഒരുപാട് നമ്മൾ കാണാൻ സാധിക്കും. എന്നാൽ നമ്മൾ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഭഗവത്ഗീത എന്താണ് പറയുന്നത്, ശ്രീമദ് ഭാഗവതം എന്താണ് നമുക്ക് പറഞ്ഞു തരുന്ന ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ, ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടി, നമ്മുടെ ആത്മീയ പുരോഗതിക്ക് വേണ്ടി മാത്രമാണ് ഈ ശാസ്ത്രങ്ങളുള്ളത്. ശാസ്ത്രങ്ങൾ കൊണ്ട് വേറെ ഒരു ഉദ്ദേശവുമില്ല. പ്രത്യേകിച്ചും ഭഗവത്ഗീത, ഭാഗവതം പോലുള്ള ഗ്രന്ഥങ്ങളെക്കുറിച്ചാണ് നമ്മൾ കൂടുതലും പറയുന്നത്. ഒരുപാട് കർമ്മകാണ്ഡത്തിലുള്ള ഗ്രന്ഥങ്ങൾ, കർമ്മകാണ്ഡത്തിലുള്ള വേദങ്ങളുടെ ഭാഗമായിട്ടുള്ളതുണ്ട്. അതായത് ശാസ്ത്രങ്ങളെ നോക്കുകയാണെങ്കിൽ ശാസ്ത്രങ്ങളിലും സത്വഗുണത്തിലും തമോ ഗുണത്തിലും രജോ ഗുണത്തിലും എന്നുള്ളത് പറയും. അതായത് ശാസ്ത്രങ്ങൾ സത്വഗുണം തമോ ഗുണമാണെന്നുള്ളതല്ല, ശാസ്ത്രങ്ങൾ ഏത് കാറ്റഗറി ഓഫ് ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ആ ശാസ്ത്രങ്ങൾ എഴുതിയിട്ടുള്ളത്, അതാണ് പോയിന്റ്. അപ്പോൾ ഒരുപാട് തമോ ഗുണത്തിലുള്ള ആളുകൾക്ക് വേണ്ടി നമ്മൾ ശുദ്ധ സത്വഗുണത്തിലുള്ള ഒരു സംഭവം കൊടുത്താൽ അവർക്കത് മനസ്സിലാവില്ല, അല്ലേ? നമ്മൾ പലപ്പോഴും പറയാറുള്ള ഉദാഹരണം പോലെ, ഒരു LKG അല്ലെങ്കിൽ കിൻഡർ ഗാർഡനിൽ പോകുന്ന ഒരു ചെറിയ കുട്ടി, ആ കുട്ടിക്ക് കോളേജിലെ സിലബസ് വന്ന് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പഠിക്കാൻ സാധിക്കുമോ, എന്തെങ്കിലും മനസ്സിലാവുമോ? ഒന്നും മനസ്സിലാവില്ല. അതേപോലെ തമോ ഗുണത്തിൽ ജീവിക്കുന്ന ആളുകൾ, തമോ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തലതിരിഞ്ഞ് ചെയ്യുന്നത്, ശാസ്ത്രവിരുദ്ധമായി ചെയ്യുന്ന കാര്യങ്ങളും അന്ധകാരത്തിലിരിക്കുന്നവർ, അങ്ങനെയുള്ളവർക്ക് ശ്രീമദ് ഭാഗവതം പോലുള്ള അമല പുരാണം കൊണ്ട് കൊടുക്കുമ്പോൾ അവർക്ക് കാര്യം അമലപുരാണമാണ് ശ്രീമദ് ഭാഗവതം. അതേപോലെ ഭഗവത്ഗീതയുടെ സെക്ഷനും ശുദ്ധ സത്വഗുണത്തിലുള്ളതാണ്. അതൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ അവർക്കത് ഡൈജസ്റ്റ് ആവില്ല തുടക്കത്തിൽ. അവർക്കത് എല്ലാം ബൗൺസായി പോകും. കാര്യം ഇത് ഭഗവത്ഗീതയും പറയുന്നത് ശുദ്ധഭക്തിയെക്കുറിച്ച് മാത്രമാണ്. അതിൽ വേറെ ഒരു കാര്യവും പറയുന്നില്ല. നമുക്ക് ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാവുന്നോ, ഇന്ദ്രിയ സുഖഭോഗങ്ങൾ എല്ലാം നമുക്ക് സാധിക്കും ഈ ഭഗവത്ഗീത പറയുന്നത് ഫോളോ ചെയ്താലോ, അല്ലെങ്കിൽ ഭാഗവതം പറയുന്നത് ഫോളോ ചെയ്താലോ എന്നൊന്നും അതിൽ പറയുന്നില്ല. വളരെ സ്ട്രെയിറ്റ് ആയിട്ട് പറയുന്നു, ഭഗവത് സാക്ഷാത്കാരമാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം. മനുഷ്യജന്മം ഉദ്ദേശിക്കുന്നത് ഭഗവത് സാക്ഷാത്കാരം മനുഷ്യജന്മം കൊണ്ട് ഉദ്ദേശിക്കേണ്ടത് ഭഗവത് സാക്ഷാത്കാരം മാത്രമാണ്. അതിലേക്ക് എത്തുവാനുള്ള മാർഗങ്ങളും അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താണെന്നുള്ളതും എല്ലാ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഈ ശാസ്ത്രങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ എങ്ങനെ അവിടെ എത്താമെന്നുള്ളത്, അല്ലേ? എന്നാൽ തമോ ഗുണത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഇത് കൊടുത്ത് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് വ്യാസദേവൻ അദ്ദേഹം ഇതെല്ലാം ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് വേദങ്ങൾ എഴുതിയിട്ടുള്ളത്. പല ആളുകളും പല കാറ്റഗറിയിലുള്ളവരാണ്, പല ഗുണങ്ങളിലുള്ളവരാണ്. അപ്പോൾ എല്ലാ ഗുണങ്ങളിലുള്ള ആളുകൾക്കും ഉപയോഗമാവുന്ന രീതിയിൽ അദ്ദേഹം എന്ത് ചെയ്തു? കുറച്ച് ഗ്രന്ഥങ്ങൾ തമോ ഗുണത്തിലുള്ള ആളുകൾക്ക് ഹെൽപ്പ് ആവുന്ന രീതിയിലുള്ള ഗ്രന്ഥങ്ങൾ എഴുതി. ചില കാറ്റഗറി അദ്ദേഹം വേദങ്ങളിലെ ഭാഗങ്ങൾ അദ്ദേഹം രജോ ഗുണത്തിലുള്ള ആളുകൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ എഴുതി. ചിലത് സത്വഗുണത്തിലുള്ള ആളുകൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന കാര്യം. സത്വഗുണത്തിലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് അവർ ഒരു ശുദ്ധരായിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ ആത്മീയ തരത്തിലുള്ള കാര്യങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ള, അല്ലെങ്കിൽ അത് അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അവർക്ക് മനസ്സിലാവുന്ന അല്ലെങ്കിൽ ഡൈജസ്റ്റ് ആവുന്ന കുറച്ച് കാറ്റഗറിയിലുള്ള ആളുകളാണ് സത്വഗുണത്തിലുള്ളത്. അവർ ശുദ്ധരാണെന്നല്ല പറയുന്നത്, പക്ഷേ അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയുള്ളവർ. അപ്പോൾ അതനുസരിച്ച് അവിടെയും അദ്ദേഹം എഴുതി. അതേപോലെ ശുദ്ധ സത്വഗുണവും എഴുതി. ശുദ്ധ സത്വഗുണത്തിലുള്ള പുരാണങ്ങൾ അതാണ് ശ്രീമദ് ഭാഗവതം, അമലപുരാണം. അതേപോലെ ഭഗവത്ഗീത, മഹാഭാരതം മുഴുവൻ എടുക്കുവാണെങ്കിൽ മഹാഭാരതത്തിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷേ ഭഗവത്ഗീത എന്ന് പറയുന്ന 700 ശ്ലോകങ്ങൾ എടുക്കുകയാണെങ്കിൽ അവിടെ ശുദ്ധഭക്തിയെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അതാണ്. അപ്പോൾ ഇത് ആണ് നമ്മൾ പഠിക്കുന്നത്. നമ്മളിത് പഠിക്കുമ്പോൾ
വായിക്കാൻ എളുപ്പമാണ്, കേൾക്കാൻ എളുപ്പമാണ്. പക്ഷേ അത് വായിച്ച് മനസ്സിലാക്കി അതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും എന്നുള്ളതൊരു പോയിൻ്റാണ് അല്ലേ. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു ആരെങ്കിലും മോഡൽ വേണം, നമുക്ക് ആരെങ്കിലും ഫോളോ ചെയ്യുന്നത് കണ്ട് പഠിക്കണം അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വരിഷ്ഠരായിട്ടുള്ള ഭക്തരെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. വരിഷ്ഠരായിട്ടുള്ള ഭക്തർ അവരെങ്ങനെ ഇത് ഫോളോ ചെയ്യുന്നു, ഈ പ്രിൻസിപ്പിൾ, ശാസ്ത്രങ്ങളിൽ പറയുന്ന പ്രിൻസിപ്പിൾ എങ്ങനെ ഫോളോ ചെയ്ത് അവരുടെ ജീവിതം സാക്ഷാത്കാരമാക്കി, അത് കണ്ട് നമ്മൾ പഠിക്കാൻ നമുക്ക് പ്രചോദനം കിട്ടുന്നു. അത് കേൾക്കുമ്പോൾ, അവരുടെ കഥകൾ കേൾക്കുമ്പോൾ, റിയലായിട്ടുള്ള അവർക്ക് എന്ത് സംഭവിച്ചു, അവരതെങ്ങനെ ചെയ്തു എന്നുള്ളത് കേൾക്കുമ്പോൾ. സോ ഇതാണ് നമ്മുടെ ഉദ്ദേശം. കാര്യം നമ്മളെല്ലാവരും വെറുതെ സമയം പോകാൻ വേണ്ടി ഇരിക്കുകയല്ല അവിടെ, നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. സമയം കളയാൻ വേണ്ടി എൻ്റർടൈൻമെൻ്റ് അല്ല. ഓക്കെ, ഇത് എൻ്റർടൈൻമെൻറ്റും ആവും കഥകൾ പറയുമ്പോൾ, അത് ആത്മീയ തലത്തിലുള്ള ഒരു വിനോദമാണ്, അത് കുഴപ്പമില്ല. നേരെ മറിച്ച് ഭൗതിക തലത്തിലുള്ള വിനോദത്തിൻ്റെ പുറകിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ശുദ്ധീകരണമല്ല നടക്കുന്നത്, നമ്മുടെ കണ്ടാമിനേഷൻ നടക്കുന്നു. നമുക്ക് ഉള്ള നല്ല ഗുണങ്ങൾ നശിച്ചു പോകുന്നു. അതാണ് സംഭവിക്കുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, അതായത് ഭഗവാനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ശുദ്ധീകരണം പോട്ടെ, നമ്മുടെ മലിനീകരണമാണ് നടക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ. അപ്പോൾ ആ മാലിന്യം കളയാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഭഗവത്ഗീത, ഭാഗവതം, നാമജപം, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ ശുദ്ധീകരണമാണ്. അപ്പോൾ ആ ശുദ്ധീകരണം പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ വീണ്ടും കുറേ മാലിന്യം കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും? വലിയ പാടായിരിക്കും അല്ലേ. നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് തുടങ്ങും. ഇപ്പം ആരെങ്കിലും അടിച്ചു വാരി തുടയ്ക്കുന്ന സമയത്ത് നമ്മൾ എല്ലാം ക്ലീൻ ചെയ്ത് ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്ന് ഇരിക്കുമ്പോൾ അവിടെ വീണ്ടും നമ്മൾ കച്ചട കൊണ്ടിട്ടാൽ എന്തായിരിക്കും? പിന്നെ അവർക്ക് വീണ്ടും ചെയ്യണം അല്ലേ ഇതെല്ലാം. സോ അതേപോലെയാണ് നമുക്ക് ഓരോരുത്തർക്കും സംഭവിക്കുന്നത്. നമ്മൾ വിചാരിക്കും ഇതൊക്കെ അതിനെന്താ കുഴപ്പം, പക്ഷേ മാലിന്യമാണ് നമ്മൾ നിറയ്ക്കുന്നത് നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും. ഭഗവാനെക്കുറിച്ചല്ലാത്ത ടോപ്പിക്സ് എല്ലാം മാലിന്യമായിട്ട് മാറുന്നു. അത് ചിലപ്പോൾ നമ്മൾ തിരിച്ചറിയില്ല, പക്ഷേ തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാര്യം നമ്മുടെ ഒരേ ഒരു ലക്ഷ്യം ഭഗവത് സാക്ഷാത്കാരമാണ്. ഭഗവാൻ നമ്മളെ കാത്തിരിക്കുന്നു അവിടെ. നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് കുറേയായി, നമ്മൾ പോകാൻ തയ്യാറല്ല. നമ്മൾ ഇവിടെയുള്ള സുഖങ്ങൾ മതി, ഭഗവാൻ വേണ്ട എന്നുള്ളൊരു ഭാവത്തിലാണ് ഇരിക്കുന്നത്. എന്നാൽ അതല്ല നമ്മുടെ ഉദ്ദേശം. നമ്മളിവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്നത് 1 മണിക്കൂർ, അരമണിക്കൂർ, എത്ര സമയം നമ്മൾ ചർച്ച ചെയ്യുന്നു കൃഷ്ണകഥാമൃതം, നമ്മുടെ ഒരേ ഒരു ഉദ്ദേശം അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, ഒന്നും പാടില്ല. അതായിരിക്കണം, അങ്ങനെ ആയിരിക്കണം. അങ്ങനെ ആവുമ്പോഴാണ് നമുക്ക് ശരിക്കും ഇതൊക്കെ എഫക്റ്റീവ് ആവുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് പോവുക എന്നുള്ളതല്ല. പറയുന്ന കാര്യങ്ങൾ ശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയിട്ട് ഭഗവാനെക്കുറിച്ചുള്ള കഥകളും ഭഗവത് ഭക്തരുടെ കഥകളും, ഇതെല്ലാം നമ്മുടെ ആത്മീയ പുരോഗതി, അതാണ് ആത്മീയ പുരോഗതിക്ക് സഹായകരമാവും. അപ്പോൾ ആ രീതിയിലായിരിക്കണം നമ്മളിതിനെ കാണേണ്ടതും, ആ രീതിയിലായിരിക്കണം നമ്മളിതിനെ ഫോളോ ചെയ്യേണ്ടതും. ഓക്കെ, ഇപ്പോൾ 8 ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചു. ഇത്രയും വലിയൊരു കാര്യമാണ് ചെയ്തത്. കുറച്ച് സമയമെടുത്തു, മാസങ്ങളെടുത്തു എന്നുണ്ടെങ്കിൽ പോലും 8 അതിമനോഹരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവത്ഗീതയിലെ കർമ്മയോഗ എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് മാത്രമല്ല, പക്ഷെ കർമ്മവുമായിട്ട് സംബന്ധിച്ചുള്ള ശ്ലോകങ്ങളാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് നമ്മൾ ചെയ്യുന്ന കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റീസ്, നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അല്ലേ. കർമ്മവുമായിട്ട് ബന്ധപ്പെടുന്ന ശ്ലോകങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. 8 ശ്ലോകങ്ങൾ. ഇനിയും 2 ശ്ലോകം കൊണ്ട് നമ്മൾ ഈ ഒരു കാറ്റഗറിയിൽ പഠിക്കും. അതിനുശേഷം നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോകും. അവിടെയും ഇതുപോലെ 5-10 ശ്ലോകങ്ങൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ 10 ശ്ലോകങ്ങൾ നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു സെറ്റ് ഓഫ് ഇത് കോഴ്സ് അല്ലെങ്കിൽ പോലും ഈ ഒരു സീരീസ് കഴിയുമ്പോൾ നമ്മൾ 50 ശ്ലോകങ്ങൾ മിനിമം പഠിച്ചിരിക്കും. 40-ഓ 50-ഓ. ഒന്ന് ആലോചിച്ച് നോക്കും, ഭഗവത്ഗീത 50 ശ്ലോകം കാണാതെ നമുക്കറിയെങ്കിൽ എത്ര നല്ലതാണ്. ഭഗവാന്റെ മുമ്പിൽ നമുക്ക് ചൊല്ലാനും സാധിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ 8 ശ്ലോകങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ നമ്മൾ അതിനു വേണ്ടി ചെറിയൊരു താല്പര്യമുള്ളവർക്ക്, കാണാതെ ചൊല്ലാൻ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും അതിനുവേണ്ടി ഒരു അവസരം തരുന്നു. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ അത് ശ്ലോകങ്ങളൊക്കെ ചൊല്ലുകയാണെങ്കിൽ, എല്ലാ ശ്ലോകവും ചോദിക്കുമെന്നില്ല, ചില ശ്ലോകങ്ങൾ ചോദിക്കും. അപ്പോൾ ആ ചോദിക്കുന്ന സമയത്ത്
നല്ല രീതിയിൽ അത് ചൊല്ലാൻ സാധിക്കുന്നു, അർത്ഥം കൂടെ മനസ്സിലാക്കിക്കൊണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് ഭഗവാന്റെ അനുഗ്രഹമുണ്ട്, കൂട്ടത്തിൽ ഒരു പ്രചോദനത്തിനായിട്ട് ഗുരുവായൂരപ്പൻ്റെ ഒരു ചെറിയ ഗിഫ്റ്റുമുണ്ട്. അപ്പോൾ അതും കൂടെ ഓർക്കുക. ഞാൻ അതിൻ്റെ കാര്യങ്ങൾ പിന്നെ പറയാം. 10 ശ്ലോകങ്ങൾ കഴിയുന്നതോട് കൂടിയിട്ടായിരിക്കും നമ്മളത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 8 ശ്ലോകങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഇതുവരെ പഠിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് സമയമുണ്ട്. 2 ശ്ലോകം കൂടെ ആകുമ്പോൾ 10 ആവും. അപ്പോൾ അതോടുകൂടി നമുക്ക് ആ ഒരു സെറ്റ് ഓഫ് കർമ്മയോഗമായിട്ട് സംബന്ധിച്ചുള്ള ശ്ലോകങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. ഇനിയുണ്ട് ശ്ലോകങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. പക്ഷെ നമ്മൾ കുറച്ച് ഈസി ആക്കിയിട്ട് നോക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇന്ന് നമ്മൾ ആക്ച്വലി ശ്ലോകവും വിവർത്തനവും ഭാവാർത്ഥമൊന്നും വായിക്കും, അത്രയേ നമ്മൾ ചെയ്യാൻ പോകുന്നുള്ളൂ. അതിനുശേഷം ഇതിൻ്റെ കൂടുതൽ വിശദീകരണവും അതിനുശേഷം ഈ ശ്ലോകവുമായിട്ട് ബന്ധപ്പെട്ട മനോഹരമായിട്ടുള്ള കുറച്ച് കഥകളും, അല്ലെങ്കിൽ ഈ ഒരു ശ്ലോകം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം കഥകളിലൂടെ എന്നുള്ളതും നമ്മൾ കാണുന്നു. അത് അടുത്ത ക്ലാസ്സിലായിരിക്കും ചർച്ച ചെയ്യുന്നത്. ഇന്ന് നമുക്ക് ശ്ലോകം വായിക്കാം. എല്ലാവർക്കും വായിക്കാൻ പറ്റുന്നവർക്കൊക്കെ ശ്ലോകം വായിക്കാം, വിവർത്തനവും ഭാവാർത്ഥം കൂടെ വായിക്കാം. അപ്പോൾ അധ്യായം 18 ശ്ലോകം നമ്പർ 46 നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പോൾ പുസ്തകമുള്ളവരെടുക്കാം. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 18 ശ്ലോകം 46. ഓക്കെ. യഥാ പ്രവൃത്തിർഭൂതാനാം യേന സർവം ഇദം തതം സ്വകർമ്മണാ തം അഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവഃ. യഥാ പ്രവൃത്തിർഭൂതാനാം യേന സർവം ഇദം തതം സ്വകർമ്മണാ തം അഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവഃ. യഥാ പ്രവൃത്തിർഭൂതാനാം യേന സർവം ഇദം തതം സ്വകർമ്മണാ തം അഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവഃ. യെസ്, ശ്ലോകം വായിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വായിക്കാം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യഥാ പ്രവൃത്തിർഭൂതാനാം യേന സർവമിദം തദം സ്വകർമ്മണാ തമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവാഃ. ഹരേ കൃഷ്ണ പ്രഭുജി. വേറെ ആരെങ്കിലും? ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യഥാ പ്രവൃത്തിർഭൂതാനാം യേന സർവമിദം തതം സ്വകർമ്മണാ തമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യഥാ പ്രവൃത്തിർബോധാനാം യേന സർവമിദം തദം സ്വകർമ്മണാ തം അഭ്യർച്ച്യ സിദ്ധിം വിദ്യതി മാനവഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യഥാ പ്രവൃത്തിർഭൂതാനാം യേന സർവമിദം തതം സ്വകർമ്മണാ തമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യഥാ പ്രവൃത്തിർഭൂതാനാം യേന സർവമിദം തദം സ്വകർമ്മണാ തമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവഃ. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. വേറെ ആരെങ്കിലും? ഹരേ കൃഷ്ണ. യഥാ പ്രവൃത്തിർഭൂതാനാം യേന സർവമിദം തദം സ്വകർമ്മണാ തമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. യഥാ പ്രവൃത്തിർഭൂതാനാം യേന സർവമിദം തദം സ്വകർമ്മണാ തമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. വായിക്കട്ടെ. ഓം നമോ ഭഗവതേ വാസുദേവായ. യഥാ പ്രവൃത്തിർഭൂതാനാം യേന സർവമിദം തദം സ്വകർമ്മണാ തമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവഃ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ.
यदा प्रवृत्तिर्बोधानां येन सर्वमिदं तदं स्वकर्मणा तमभ्यर्च्य सिद्धिं विन्दति मानवा। हरे कृष्ण। हरे कृष्ण। यदप्रवृत्तिर्भूतानां येन सर्वमिदं तदं स्वकर्मणा तमभ्यर्च्य सिद्धिं विन्दन्ति मानवः। हरे कृष्ण। താങ്ക് യു. ഓക്കെ, ഹരേ കൃഷ്ണ പ്രഭു വായിക്കട്ടെ. ആ വായിക്കൂ. യഥാ പ്രവൃത്തിർഭൂതാനാം യേന സർവമിദം തദം സ്വകർമ്മണാ തമഭ്യർച്യ സിദ്ധിം വിന്ദതി മാനവഃ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. വേറെ ആരെങ്കിലും? हरे कृष्ण प्रभु जी। ओम नमो भगवते वासुदेवाय। यदा प्रवृत्तिर्भूतानां येन सर्वमिदं तदं स्वकर्मणा तमभ्यर्च्य सिद्धिं विन्दति मानवः। हरे कृष्ण प्रभु जी। താങ്ക് യു. ആരെങ്കിലും ഉണ്ടോ ഇനി? ഓക്കെ, ഇല്ലെങ്കിൽ വിവർത്തനം വായിക്കൂ. വായിക്കട്ടെ പ്രഭുജി. ആ വായിക്കൂ. വിവർത്തനം ഭാവാർത്ഥം. ശ്രീല പ്രഭാതിക്ക് ജയ്. സർവ്വജീവികളുടെയും പ്രഭവസ്ഥാനവും സർവ്വവ്യാപിയുമായ ഭഗവാനെ ആരാധിക്കുക നിമിത്തം സ്വകർമ്മങ്ങളിൽ കൂടി ഒരു വ്യക്തിക്ക് പരിപൂർണതയിലെത്താം. ഭാവാർത്ഥം. 15-ാം അധ്യായത്തിൽ പറഞ്ഞതുപോലെ സർവ്വ ജീവജാലങ്ങളും ഭഗവാന്റെ അംശങ്ങളാകയാൽ അദ്ദേഹം തന്നെ അവയ്ക്ക് കാരണഭൂതൻ. ജന്മാദ്യസ്യ യഥ എന്ന് വേദാന്ത സൂത്രം ഇതിനെ പിന്താങ്ങുന്നു. അതുകൊണ്ട് പരമപുരുഷനാണ് എല്ലാ ജീവജാലങ്ങളുടെയും ഉൽപ്പത്തി സ്ഥാനം. ഭഗവത്ഗീതയുടെ 7-ാം അധ്യായം വിവരിക്കുന്നത് പോലെ ആ ഭഗവാൻ തന്റെ ആന്തരവും ബാഹ്യവുമായ 2 ശക്തികളാൽ സർവ്വവ്യാപിയായി ഇരിക്കുന്നു. അതുകൊണ്ട് ഭഗവാനെ അവിടുത്തെ ശക്തിയോടൊപ്പം ആരാധിക്കണം. ശക്തിയുക്തനായ ഭഗവാനെയാണ് സാമാന്യേന വൈഷ്ണവ ഭക്തന്മാർ ആരാധിക്കുക പതിവ്. ആന്തരശക്തിയുടെ ഒരു തലതിരിഞ്ഞ പ്രതിബിംബമത്രേ ബാഹ്യശക്തി. ഈ ശക്തി ഒരു പശ്ചാത്തലമാണ്. ഭഗവാൻ തന്റെ വിസ്തരണമായ പരമാത്മാവെന്ന നിലയിൽ എങ്ങും സ്ഥിതി ചെയ്യുന്നു. എമ്പാടുമുള്ള ദേവന്മാരുടെയും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും എല്ലാം പരമാത്മാവാണ് അദ്ദേഹം. അവിടുത്തെ ഒരംശം എന്ന നിലയിൽ ഓരോ ജീവന്റെയും കർത്തവ്യമാണ് ഭഗവത് സേവനം എന്ന് മനസ്സിലാക്കണം. എല്ലാവരും തികഞ്ഞ കൃഷ്ണാവബോധത്തോടെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടണം എന്നാണ് ഈ ശ്ലോകത്തിന്റെ സന്ദേശം. ഇന്ദ്രിയങ്ങൾക്കുടമയായ ഋഷികേശനാണ് തന്നെ ഒരു സവിശേഷ പ്രവൃത്തിക്കായി നിയോഗിച്ചിട്ടുള്ളതെന്ന് ഓരോരുത്തർക്കും ഓർമ്മ വേണം. ആ കർമ്മത്തിന്റെ ഫലം കൊണ്ട് അവർ ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കുകയും വേണം. തികഞ്ഞ കൃഷ്ണാവബോധത്തോടെ ഇങ്ങനെ അനുഷ്ഠിച്ചു പോന്നാൽ ഏതു വിഷയവും ഭഗവാന്റെ അനുഗ്രഹത്താൽ സുഗ്രാഹ്യമായി തീരും. അതാണ് ജീവിതത്തിന്റെ പരിപൂർണത. ഭഗവത്ഗീത വിശദമാക്കുന്നു. തേഷാമഹം സമുദ്ധർത്ത 12:7. അങ്ങനെയുള്ള ഒരു ഭക്തനെ ഉദ്ധരിക്കുന്ന ചുമതല ഭഗവാൻ സ്വയം ഏറ്റെടുക്കുന്നു എന്ന്. അതാണ് ജീവിതത്തിന്റെ പരമോന്നതി. ഏതു തൊഴിൽ ഏർപ്പെട്ടിരുന്നാലും ഒരു വ്യക്തി ഭഗവാനെ സേവിക്കുന്നു എങ്കിൽ അവൻ പരമോത്കൃഷ്ടമായ പരിപൂർണത നേടും. ഹരികൃഷ്ണ പ്രഭുജി. താങ്ക് യു. താങ്ക് യു. സോ ഇതിൻ്റെ അർത്ഥം ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളിന്ന് ഇവിടെ അവസാനിപ്പിക്കുന്നു. ബാക്കി നമുക്ക് ഡിസ്കഷൻ അടുത്ത ക്ലാസ്സിലാണ്. കാര്യം എനിക്ക് ഇത് കഴിഞ്ഞൊരു സേവയുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട്. യഥാ പ്രവൃത്തിർഭൂതാനാം യേന സർവമിദം തദം സ്വകർമ്മണാ തം അഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവഃ. ഇതിൽ പ്രധാനപ്പെട്ട യഥാ പ്രവൃത്തിർഭൂതാനാം പറയുന്നു, എല്ലാ ജീവജാലങ്ങളും അല്ലെങ്കിൽ എല്ലാവരും ഭഗവാനെ ആരാധിക്കുന്ന കാര്യമാണ് പറയുന്നത്. ആരിൽ നിന്നാണോ നമ്മൾ വന്നിട്ടുള്ളത്? യഥാ എന്ന് പറഞ്ഞാൽ ആരിൽ നിന്ന്, പ്രവൃത്തി ആരിൽ നിന്നാണോ നമ്മൾ വന്നിട്ടുള്ളത്? എല്ലാത്തിൻ്റെയും ഉത്ഭവം എവിടെ നിന്നാണ്? യഥാ പ്രവൃത്തി ഭൂതാനം എന്ന് പറഞ്ഞാൽ സർവ്വ ജീവജാലങ്ങളും എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്? യേന സർവം ഇദം തദം. ആരിൽ നിന്നാണോ വന്നിട്ടുള്ളത് ആ വ്യക്തി, അതായത് ആരാണ് ഇതിൻ്റെ എല്ലാം ഉത്ഭവം? ഭഗവാനാണ്, അല്ലേ? യേന സർവം ഇദം തദം. ആ ഭഗവാൻ എല്ലാത്തിൻ്റെയും ഉറവിടമായിട്ടുള്ള, എല്ലാത്തിൻ്റെയും സോഴ്സായിട്ടുള്ള ആ ഭഗവാൻ യേന സർവം ഇദം തദം. അദ്ദേഹം എല്ലായിടത്തും ഉണ്ട്, അതായത് എല്ലാ ജീവജാലങ്ങളിലും ഉണ്ട്, അല്ലെങ്കിൽ എല്ലായിടത്തും അദ്ദേഹം എല്ലാ കണങ്ങളിലും ഉണ്ട്. അദ്ദേഹം സർവവ്യാപിയാണ്, അതാണ് പറയുന്നത്. യേന സർവം ഇദം തദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
സർവവ്യാപിയാണ് ആ വ്യക്തി, എല്ലാത്തിൻ്റെയും ഉറവിടമായിട്ടുള്ള. അപ്പോൾ ആ വ്യക്തി വേറെ ആരുമല്ല, ഭഗവാനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലേ? എന്നിട്ട് പറയുന്നു സ്വകർമ്മണ തം അഭ്യർച്ച്യ. സ്വകർമ്മണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവൻ്റെ ജോലികൾ ചെയ്യുക. സ്വകർമ്മണ എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ജോലികൾ. അഭ്യർച്ച്യ അത് ഭഗവാന്റെ സേവനമായിട്ട് നമ്മൾ ആ കർമ്മത്തെ ചെയ്യുകയാണെങ്കിൽ, ഭഗവാനെ ആരാധിച്ചുകൊണ്ട്, അഭ്യർച്ച്യ എന്ന് പറഞ്ഞാൽ ഭഗവാന് സമർപ്പിച്ചുകൊണ്ട്, അതൊരു ആരാധനയായി, ഭഗവത് ആരാധനയായി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് സ്വകർമ്മങ്ങൾ, അവനവൻ്റെ കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ സിദ്ധിം വിന്ദതി മാനവ. അങ്ങനെയുള്ളവർ സിദ്ധിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സിദ്ധികളും നേടാൻ സാധിക്കും. സിദ്ധി എന്ന് ഉദ്ദേശിക്കുന്നത് മാജിക് പഠിക്കും എന്നുള്ളതല്ല. സിദ്ധി എന്ന് പറയുന്നത് നമ്മുടെ പെർഫെക്ഷൻ എന്ന് പറയുന്നതാണ് സിദ്ധി. ഇംഗ്ലീഷിൽ പെർഫെക്ഷൻ എന്ന് പറയില്ലേ, അതാണ് സിദ്ധി. സിദ്ധി ഇവിടെ ഉദ്ദേശിക്കുന്നത്. സിദ്ധി, എന്ത് സിദ്ധിയാണ് വേണ്ടത്? നമുക്ക് എന്ത് പെർഫെക്ഷനാണ് വേണ്ടത്? നമ്മുടെ പെർഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനിലേക്ക് എത്തുക എന്നുള്ളതാണ്, അല്ലേ? ഭഗവാനിലേക്ക് എത്തി ഭഗവാന്റെ അടുത്ത് പോയി ഭഗവാനെ സേവനം ചെയ്യുക എന്നുള്ളതാണ് അതാണ് നമ്മുടെ പെർഫെക്ഷൻ. സിദ്ധിം വിന്ദതി മാനവ. അങ്ങനെ ചെയ്യുന്നവർ മാനവർ, അതായത് നമ്മളെപ്പോലുള്ള മനുഷ്യർക്ക് സാധിക്കും എന്നാണ് പറയുന്നത്. ആ പെർഫെക്ഷനിലേക്ക് എത്താൻ സാധിക്കും. എന്ത് ചെയ്യുകയാണെങ്കിൽ സ്വകർമ്മണ തം അഭ്യർച്ച്യ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ സ്വന്തം കർമ്മം, നമുക്ക് എന്ത് കർമ്മമാണോ ഭഗവാൻ നിശ്ചയിച്ച് തന്നിട്ടുള്ളത് ആ കർമ്മം നമ്മൾ ചെയ്യുകയാണെങ്കിൽ, ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ഭഗവത് ആരാധനയായി കണക്കിലാക്കിക്കൊണ്ട് നമ്മളത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് പെർഫെക്ഷൻ ഉണ്ടാവും. സിദ്ധിം, ഭഗവാനിലേക്ക് നമ്മൾ എത്തിയിരിക്കും, ഭഗവാന്റെ അടുത്ത് നമുക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ ഭഗവാൻ ഉറപ്പ് പറയുന്നത് 18-ാമത്തെ അധ്യായത്തിൽ. നമുക്ക് 18-ാമത്തെ അധ്യായത്തിൽ കർമ്മയോഗത്തെക്കുറിച്ച് ഭഗവാൻ പറയുകയാണ്. കാര്യം 18-ാമത്തെ അധ്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ 17 അധ്യായം കഴിഞ്ഞപ്പോഴും ഭഗവാൻ പറയാനുള്ളത് മെയിൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി ഇത്രയും പറഞ്ഞത് 17 അധ്യായങ്ങളിൽ പറഞ്ഞത് അദ്ദേഹം ഒരു എസെൻസോടുകൂടി 18-ാമത്തെ അധ്യായത്തിൽ എല്ലാം പ്രസൻറ്റ് ചെയ്യുന്നു. എല്ലാ പഠിച്ച കാര്യങ്ങളെല്ലാത്തിൻ്റെയും ഒരു സംഗ്രഹത്തിൽ അദ്ദേഹം പറയുന്നു 18-ാമത്തെ അധ്യായം. അപ്പോൾ ഇവിടെ കർമ്മം ചെയ്യുന്ന കാര്യം, കർമ്മയോഗത്തിലൂടെ ഭഗവാനെ എങ്ങനെ കണക്ട് ചെയ്യാൻ സാധിക്കും, കർമ്മയോഗത്തിലൂടെ ഭഗവത് സാക്ഷാത്കാരം എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് ഭഗവാൻ പറയുന്നത്. സ്വകർമ്മണ തം അഭ്യർച്ച്യ. അതാണ് കീവേഡ് ഈ ശ്ലോകത്തിലെ. ആ കീവേഡ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ശ്ലോകം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കർമ്മയോഗം എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചത്. അപ്പോൾ പറയുന്ന കാര്യം സിമ്പിളാണ്. ഭഗവാൻ പറയുന്നു നമുക്ക് എന്ത് കർമ്മമാണോ തന്നിട്ടുള്ളത് ഭഗവാൻ, നമുക്ക് ഓരോരുത്തർക്കും ഓരോ കർമ്മങ്ങളാണ്. ചിലവർ ബ്രാഹ്മണർ, ചിലവർ ക്ഷത്രിയർ, ചിലവർ ബിസിനസ്സുകാരായിരിക്കും, ചിലവർ ജോലിക്ക് പോകുന്നവരായിരിക്കും. എന്ത് കർമ്മമാണെങ്കിലും ആ കർമ്മം നമ്മൾ ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക. പക്ഷേ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം, ശാസ്ത്രത്തിൽ വിരുദ്ധമായിട്ടുള്ള കർമ്മമാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. ഉദാഹരണത്തിന് മൃഗങ്ങളെ കശാപ്പ് ചെയ്യുന്നതാണ് ജോലി എന്ന് വയ്ക്കുക. അങ്ങനെ ഒരു ജോലിയാണെന്നെങ്കിൽ അപ്പോൾ നമ്മൾ ആ സ്വകർമ്മം, അതെൻ്റെ കർമ്മമാണ് സ്വകർമ്മം. പക്ഷെ ആ കർമ്മം, അങ്ങനെയുള്ള കർമ്മങ്ങൾ ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട് ചെയ്യരുതെന്നുള്ളത്. അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഭഗവത് സേവനമായി മാറില്ല. അപ്പോൾ ശാസ്ത്രവിരുദ്ധമായിട്ടുള്ള കർമ്മങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് അത് നമ്മൾ ചെയ്യാതെ ശാസ്ത്രങ്ങളിൽ ഓക്കെ പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ വിരുദ്ധമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഭഗവാൻ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ സർവ്വസിദ്ധികളും നമുക്ക് നേടാൻ സാധിക്കും എന്ന് ഭഗവാൻ പറയുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അപ്പോൾ ഒരു വരിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ എന്ത് പൊസിഷനിലാണോ ഇരിക്കുന്നത്, എന്താണോ നമ്മുടെ അവസ്ഥ ഇപ്പോൾ, അത് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് ഭഗവത് സാക്ഷാത്കാരം നേടാൻ സാധിക്കും. ഇതാണ് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ ഈ ആശ്രമം മാറ്റി, ഞാൻ ഗൃഹസ്ഥനാണ്, ഒരുപാട് ഇന്ദ്രിയ അല്ലെങ്കിൽ ഈ ഭൗതിക ലോകത്തിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക്, അല്ലെങ്കിൽ ഒരുപാട് അറ്റാച്ച്മെൻറ്റ് റിലേഷനൊക്കെ ഉണ്ട്, അതുകൊണ്ട് എനിക്കൊന്നും വേണ്ട, ഞാൻ കാട്ടിലേക്ക് പോവുക, അതല്ല പറയുന്നത്. ഏത് സിറ്റുവേഷനിലാണോ നമ്മളുള്ളത് ആ സിറ്റുവേഷനെ നമ്മൾ ചെയ്യുന്ന, നമുക്ക് എന്ത് ജോലിയാണോ ഭഗവാൻ തന്നിട്ടുള്ളത് ആ സ്വധർമ്മത്തെ നമ്മൾ ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക. ഇത്ര മാത്രം ചെയ്താൽ മതി, ഭഗവത് സാക്ഷാത്കാരം ഉറപ്പാണ്. അതിനുവേണ്ടി ആശ്രമം മാറേണ്ട ആവശ്യമില്ല. അതിനുവേണ്ടി നമ്മൾ ബ്രാഹ്മണനാവണം എന്ന് വിചാരിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യണമെന്നുള്ള ശാസ്ത്രങ്ങൾ പറയുന്നു, അത് ഫോളോ ചെയ്യുക, അത്രയേ ഉള്ളൂ. അതാണ്
ഈ ശ്ലോകത്തിലെ മെയിനായിട്ടുള്ള ഒരു മെസ്സേജ് നമുക്കുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ എക്സ്പ്ലനേഷൻ, ഭാവാർത്ഥത്തിൽ പറയുന്ന പോയിൻറ്സും, അതേപോലെ തന്നെ ഇതേപോലെ കർമ്മം, വളരെ സിമ്പിളായിട്ടുള്ള കർമ്മം, വളരെ സിമ്പിളായിട്ടുള്ള അവരുടെ ജോലി ചെയ്തുകൊണ്ട് അവർക്ക് എങ്ങനെ ഭഗവത് സാക്ഷാത്കാരം നേടിയെന്നുള്ള കുറച്ച് ഉദാഹരണങ്ങളും നമ്മൾ കഥകളിലൂടെ കേട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ഒരു സിദ്ധാന്തം നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. ഓക്കെ, സോ എല്ലാവരോടും നന്ദി പറയുന്നു. ശ്രീ ഭഗവത്ഗീത കി ജായ്, ശ്രീമദ് ഭാഗവതം കി ജായ്, ജഗദ്ഗുരു ശീല പ്രഭുപാദ് കി ജായ്, ഹിതായ ഗൗർ പ്രേമാനന്ദേ. താങ്ക് യു. ഹരേ കൃഷ്ണ.